അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: പാദവക്ക് 12 സെന്റിമീറ്റർ, ഉയരം 18 സെന്റിമീറ്റർ എന്നീ അളവുകളുള്ള ഒരു സമചതുര സ്തംഭത്തിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എത്ര? ഓക്കെ, അപ്പൊ ഒരു സമചതുര സ്തംഭം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. സമചതുര സ്തംഭം എന്ന് പറഞ്ഞാൽ മേലെയും താഴെയും ഒരേ ഷേപ്പ് ആയിരിക്കും. ഇനി സ്തൂപികയാവുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് കൂർത്ത് വരും. താഴെ സെയിം ഷേപ്പ് തന്നെ ആയിരിക്കും. ഈ സ്തംഭത്തിനും സ്തൂപികയ്ക്കും താഴെ സമചതുരം തന്നെയായിരിക്കും, പക്ഷെ സ്തൂപികയാവുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് കൂർത്ത് വരും. ഓക്കെ, ചോദ്യത്തിൽ തന്നിട്ടുള്ളത് സമചതുര സ്തംഭത്തിന്റെ അളവുകളാണ്. പാദവക്ക് 12 സെന്റിമീറ്റർ. അപ്പൊ പാദവക്ക് എന്ന് പറഞ്ഞാൽ പാദം ഇതാണ്. പാദത്തിലെ ഒരു വക്ക് 12 സെന്റിമീറ്റർ. അതായത് 4 വക്കും എന്ത് തന്നെയായിരിക്കും? 12 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി തന്നിട്ടുള്ളത് ഉയരം 18 സെന്റിമീറ്റർ. അതായത് ഇതാണ് ഉയരം. ഇത് എത്രയാണ്? 18 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി സമചതുര സ്തംഭത്തിൽ നിന്ന് എന്താണ് ചെത്തിയെടുക്കുന്നത്? സമചതുര സ്തൂപികയാണ്. അതായത് ഈ ഒരു ഷേപ്പാണ് വെട്ടിയെടുക്കുന്നത്. ആ സ്തൂപികയുടെ വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. ആ സമചതുര സ്തൂപികയുടെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ ആണ് 1/3 a square h. 1/3 a square h. അതിൽ a എന്ന് പറഞ്ഞാൽ പാദവക്കാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ ആണ്. പിന്നെ ആവശ്യമുള്ളത് ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാങ്കല്പിക അളവാണ്. അതായത് ഈ സെന്റർ ഉണ്ടല്ലോ, സ്തൂപികയുടെ സെന്റർ നടുഭാഗത്തു നിന്ന് താഴേക്ക് ഒരു വര വരച്ചാൽ അത് എത്രയായിരിക്കും എന്നാണ് അതിന്റെ ഹൈറ്റ്. അതായത് ഈ ഒരു അളവ്, അത് നമ്മുടെ ഈ ഒരു സ്തംഭത്തിന്റെ ഹൈറ്റിന് തുല്യമായിരിക്കും. അതിന്റെ സെന്ററിൽ നിന്നാണ് ചെത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹൈറ്റ് നമുക്ക് എത്രയായിട്ട് തന്നിട്ടുള്ള സ്തംഭത്തിന്റെ ഹൈറ്റ് തന്നെ എടുക്കാവുന്നതാണ്, 18 സെന്റിമീറ്റർ. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കാനുള്ള രണ്ട് അളവുകളും നമുക്ക് കിട്ടി. എ എത്രയാണ്? 12 ആണ്. എച്ച് എത്രയാണ്? 18 ആണ്. അപ്പൊ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം 1/3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ ഇൻറ്റു 18. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 അങ്ങനെ തന്നെ എഴുതുന്നു. 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്, ഇൻറ്റു 18. ഈ 3ഉം 18ഉം തമ്മിൽ വെട്ടിയാൽ 6. 6 ഇൻറ്റു 144 ചെയ്യുന്ന സമയത്ത് 840ഉം 24ഉം 864 ഘന സെന്റിമീറ്റർ. വോളിയം ആവുന്ന സമയത്ത് സെന്റിമീറ്റർ ക്യൂബ്. 864 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള വേറെ ഒരു കാര്യം, നമുക്ക് ചോദ്യത്തിൽ ഈ സ്തംഭത്തിന്റെ വോളിയം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട്, എന്നിട്ട് ഈ സ്തൂപികയുടെ വോളിയം ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി 1/3 എടുത്താൽ മതി. അതാണ് സ്തംഭത്തിന്റെ വോളിയം സ്തൂപികയുടെ വോളിയം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വോളിയം എത്രയാണോ അതിന്റെ മൂന്നിലൊന്നായിരിക്കും. വോളിയത്തിന്റെ മൂന്നിലൊന്നായിരിക്കും സ്തൂപികയുടെ വോളിയം. ഓക്കെ, അതായത് ഒരു സ്തംഭത്തിൽ നിന്ന് നമുക്ക് 3 സ്തൂപികകൾ ചെത്തിയെടുക്കാം എന്നാണ് കണക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോളിയം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്തംഭത്തിന്റെ വോളിയത്തിനെ 3 കൊണ്ട് ഹരിച്ചാൽ സ്തൂപികയുടെ വോളിയം കിട്ടും. പക്ഷെ അളവുകൾ തന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാതെ തന്നെ സ്തൂപികയുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉത്തരം കിട്ടുന്നു. 864 ഘന സെന്റിമീറ്റർ ആണ് ഉത്തരം.